മറ്റു വാർത്തകളിലേക്ക്. തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാക്രമണം. വഞ്ചിയൂരിൽ അച്ഛനെയും മകനെയും നടുറോട്ടിലിട്ട് തല്ലിച്ചതച്ചു. വാഹനം മാറ്റാൻ ഹോൺ അടിച്ചതിനെ തുടർന്നായിരുന്നു മർദ്ദനമേറ്റത്. BSNL ഉദ്യോഗസ്ഥൻ രാജേഷിനും മകനും തകരപ്പറമ്പ് കുട്ടൻ എന്ന ഗുണ്ടയാണ് മർദ്ദിച്ചത്. ഒരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു മർദ്ദനമെന്നും ആദ്യം പോലീസ് വിസമ്മതിച്ചുവെന്നും വിദ്യാർത്ഥിയുടെ അമ്മ പറഞ്ഞു. കൊല്ലണമെന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമിച്ചതെന്ന് തിരുവനന്തപുരത്ത് ഗുണ്ടാക്രമണത്തിനിരയായ രാജേഷ് ഹെൽമറ്റ് ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയായിരുന്നു. ഞങ്ങൾ യാതൊരുവിധ പ്രകോപനവും ഉണ്ടാക്കിയിട്ടില്ല. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിലായിരുന്നു അക്രമികളെന്ന് മർദ്ദനമേറ്റ രാജേഷ് പറയുന്നു. ശ്രീകണ്ഠേശ്വരത്തേക്ക് വളയുന്ന ഒരു ഇട റോഡുണ്ട്. ആ റോഡിലോട്ട് വളയുന്ന സമയത്ത് 2 കാറുകൾ പാരലായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ പോകാൻ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഹോൺ അടിച്ചപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞ് നമ്മൾ ഫ്രണ്ടുമായിട്ട് സംസാരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞ് മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ള രീതി. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഹോൺ അടിച്ചപ്പോഴും അയാൾ അടുത്തോട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞതല്ലേ ഫ്രണ്ടുമായിട്ട് സംസാരിക്കണം, നിനക്ക് അത്ര ധൃതിയാന്ന് പറഞ്ഞിട്ട് എന്നെ മർദ്ദിച്ച് ഇടിച്ച്. അപ്പോൾ രണ്ടാമത്തെ ഇടിയൊക്കെ എന്നെ ബാക്കിലിടിച്ചപ്പോഴത്തേക്ക് ഒരു ഗുണ്ടാ ആക്രമണമായിട്ട് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ പേടിച്ച് സോറി എന്നൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ ചവിട്ടി തള്ളിയിട്ടിട്ട് എൻ്റെ ബാക്കിലൊക്കെ ഇടിച്ച് കൊല്ലുന്ന രീതിയിൽ എന്നെ തലയിൽ ചവിട്ടി കൊല്ലാൻ പോയി. അവിടെ നിന്ന് ഞാൻ തെന്നി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന എൻ്റെ മകൻ ഓടി വന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവനെ ഇടിച്ച് തള്ളിയിട്ടിട്ട് അവൻ്റെ തലയിൽ മാരകമായി ചവിട്ടുകയും അവനെ ഒരുപാട് ഉപദ്രവിക്കുകയും ദേഹം മൊത്തം ചവിട്ടിയും ഹെൽമറ്റ് എടുത്ത് അടിക്കുകയൊക്കെ ചെയ്ത്. സഫ്വാൻ VP സംസാരിക്കാൻ സമ്മതിക്കൂലിടാന്നും പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ഹസ്ബൻഡിൻ്റെ കഴുത്തിൻ്റെ പുറകെ ഇടിച്ചു. കഴുത്തിൻ്റെ പുറകെയായിരുന്നു ഇടി കൊടുത്തത്. അപ്പോൾ ഹസ്ബൻഡ് മനസ്സിലായി നല്ലോണം ആക്രമിക്കാനാണ്. അപ്പോൾ സോറി എന്ന് പറഞ്ഞപ്പോൾ പിടിച്ച് വലിച്ച് ബൈക്ക് ഹസ്ബൻഡ് പുറത്തോട്ട് വീണു. കൊച്ച് അപ്പുറത്ത് തെറിച്ച് വീണു. പിന്നെ ഹസ്ബൻഡിനെ എടുത്തിട്ട് അവിടെ ആടിയപ്പോൾ ഹസ്ബൻഡ് അങ്ങോട്ട് തിരിച്ച് ഓടിയപ്പോൾ കൊച്ചിനെ ആക്രമിച്ചു. കൊച്ചിനെ താഴെയിട്ട് ചവിട്ടി, കൊച്ചിൻ്റെ കൈ ഡിസ്ലൊക്കേഷനൊക്കെ ആയി. കൊച്ച് കൈ കൊണ്ട് തടുത്തപ്പോൾ കൊച്ചിൻ്റെ കൈയായിരുന്നു. പിന്നെ മുഖം മൊത്തം ചവിട്ട്, കാലിൽ ചവിട്ട്, കയ്യിൽ ഒക്കെ മുറിവായിരുന്നു. ഫുൾ മുറിവാണ്, ചതവും മുറിവും. പിന്നെ കൊച്ചിൻ്റെ കൈ ഡിസ്ലൊക്കേഷൻ വന്നു. ഹസ്ബൻഡിന് 2 വിരലൊടിഞ്ഞു. പിന്നെ ഫുൾ ആക്രമണമായിരുന്നു. സഫ്വാൻ VP വിശദാംശങ്ങളുമായി. സഫ്വാൻ, ക്രൂരമായ ആക്രമണമാണ് വഞ്ചിയൂരിൽ ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. ഈ അച്ഛൻ്റെയും മകൻ്റെയും പരുക്ക് എത്രത്തോളം ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്? പോലീസ് ഇതിൽ എന്തെങ്കിലും നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? സൈഫു, പോലീസ് അതിൻ്റെ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ അച്ഛൻ്റെയും മകൻ അഭിനവിൻ്റെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ 8:30 വഞ്ചിയൂരിന് സമീപമാണ് ഈ അതിക്രമണം ഉണ്ടാകുന്നത്. ഈ ഉദ്യോഗസ്ഥനായ ഈ രാജേഷ്, മകൻ അഭിനവും ബൈക്കിൽ സഞ്ചരിക്കവേ ഈ ഗുണ്ടാ സംഘത്തിൻ്റെ ഈ കാർ ഗതാഗത തടസ്സം സൃഷ്ടിച്ച് റോഡിൽ നിർത്തിയിട്ടത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് ഇരയാക്കിയത് എന്നാണ് രാജേഷ് അല്പസമയത്തിനു മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ വാഹനം മാറ്റാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഈ +2 വിദ്യാർത്ഥിയായ മകനെയും രാജേഷിനെയും ഇവർ മർദ്ദിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഇവരെ 2 പേരുടെയും കഴുത്ത് തിരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. ആ അർത്ഥത്തിൽ വലിയ മർദ്ദനത്തിന് ശേഷം ഇവരെ പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതിന് ശേഷവും ഈ അതിക്രമണം തുടർന്നു എന്നാണ് ഈ അഭിനവിൻ്റെ അമ്മ കവിത അടക്കം പറയുന്നത്. ഈ തകരപ്പറമ്പ് തന്നെയുള്ള ഈ ഫ്ലാറ്റിൻ്റെ മുന്നിലെത്തി ഗുണ്ടാ സംഘം പ്രകോപനം സൃഷ്ടിക്കുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്തു. തകരപ്പറമ്പ് കുട്ടൻ എന്ന ആളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ അതിക്രമണം നടത്തുന്നു എന്നാണ് ഈ കുടുംബം പരാതിയായി പറയുന്നത്. പോലീസിനെതിരെയും ഈ കുടുംബത്തിന് ആരോപണമുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ പരാതിയുമായി പോലീസിന് മുന്നിൽ എത്തിയപ്പോൾ, പോലീസിനെ അറിയിച്ചപ്പോൾ പോലീസ് കേസെടുക്കാൻ വൈകി എന്നുള്ളൊരു ആക്ഷേപം കുടുംബം, പ്രത്യേകിച്ച് ഈ അമ്മ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ പരിക്ക് അതിഗുരുതരമല്ല. എന്നാലും ഈ അഭിനവിൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. ഈ രാജേഷിൻ്റെ കൈവിരലുകൾക്കടക്കം പരിക്ക് പറ്റിയ സാഹചര്യമുണ്ട്. ഇരുവരും ഇപ്പോൾ ഡിസ്ചാർജ് ആയ സാഹചര്യമാണ്. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം വഞ്ചിയൂരിന് സമീപം ഉണ്ടാകുന്നത്. പോലീസിന് ഏതായാലും ഈ സമയം വരെയും പ്രതികളെ പിടികൂടാൻ അയച്ചിട്ടില്ല. പോലീസ് ഏതായാലും
ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രാഥമിക നടപടികളിലേക്ക് കടന്നിട്ടുള്ളൂ. രണ്ടുപേരുടെയും രാജേഷിൻ്റെയും അഭിനവിൻ്റെയും മൊഴി രേഖപ്പെടുത്തി അതിൻ്റെ തുടർ നടപടിയിലേക്ക് പോവുകയാണ്. ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അലംഭാവമുണ്ടെങ്കിലും ഇപ്പോൾ പോലീസ് നല്ല രീതിയിൽ കേസ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായമാണ് കുടുംബത്തിനുമുള്ളത്. ഇന്നലെ രാത്രിയാണ് ഏതായാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ തകരപ്പറമ്പ് കുട്ടൻ എന്ന ആൾക്കെതിരെ മുമ്പും സമാനമായ ഇത്തരത്തിൽ പരാതികളും ആക്ഷേപങ്ങളും ഉള്ള ഒരാൾ തന്നെയാണ് എന്നാണ് നാട്ടുകാരും പറയുന്നത്. അദ്ദേഹത്തിനെ കണ്ടെത്താനുള്ള പോലീസ് അന്വേഷണം ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. സൈഫു.